നമ്മളെ ആനിവേഴ്സറി ആയിട്ട് നിനക്കെന്താ പറയാനുള്ള? എന്ത് പറയാനുള്ള കമ്പനിയെ? ഓക്കെ, ഞങ്ങൾ അവളെ തിരിച്ചിരുത്തി ഇങ്ങനെ ഫ്രണ്ടിലോട്ട്. ഓ ഓ ഓ അടിയ കമ്പനി. അപ്പൊ ഞങ്ങള് തിരിച്ചിരുത്തി അവളെ. എത്ര നാളും പുറകിലോട്ടായിരുന്നു അവള് ഫേസ് ചെയ്തോണ്ടിരുന്നത് കാർ സീറ്റ്. ഞങ്ങളിപ്പോ തിരിച്ചിരുത്തി. ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പനാ വിളിക്കുന്ന അമ്മൂന്നായി. ഓ ഓ ഓ എന്താണ്? അത് നടക്കൂല. തിരിച്ചിരുത്തിയെടുത്താന്ന് ഇപ്പൊ ഇറങ്ങാറായത്. അങ്ങോട്ട് തിരിച്ചിരുന്ന നേരത്ത് ഉണ്ടാണ്ടിരുന്നോളൂ, അല്ല ഉറങ്ങുമായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചത് കാരണം. അപ്പൊ നമ്മളിന്ന് ബോസ്റ്റണിക്കാണ് കേട്ടോ. നമ്മള് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ എയർബിഎൻബി അങ്ങനെ എടുത്ത് ക്യാമ്പിങ് ചെയ്യാന്നുള്ള വിചാരിച്ചു. പിന്നെ ആമിനെയും കൊണ്ട് ബുദ്ധിമുട്ടാവുന്നുള്ളതാണ് നമ്മളിന്ന് ബോസ്റ്റൺ എക്സ്പ്ലോർ ചെയ്യാത്ത ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. നല്ല തണുപ്പായിരുന്നു, -9 ഡിഗ്രി. ഇന്നലെ +9 ഇന്ന് ഒറ്റയടിക്ക് കുറഞ്ഞു. അപ്പൊ ഇതിപ്പോ രാവിലെയാണ്, സമയം 9:41. നമ്മൾ 10:45 ഒരു ബ്രഞ്ച് ബൊഫെ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ തുടക്കം. കേക്കൊക്കെ കണ്ടു. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നു. വീഡിയോ ഒന്നും എടുത്തില്ലല്ലേ? എടുക്കായിരുന്നു കേട്ടാ. ഇല്ല എടുത്തില്ല. ചെറിയ ഷോർട്സ് ഉണ്ട്, അത് ഞാൻ മണയിൽ ഇത്രയും ഗ്ലാസ് ചേർത്താന്ന് പറഞ്ഞല്ലേ. എന്നുവെച്ചാലേ ഭയങ്കര വെയിലാ, കണ്ണിക്ക് അടിച്ചു വരുന്ന വെയിൽ, തുറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗ്ലാസ് ഇട്ടിന്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നുണ്ട്, ആ ലേക്കിൽ തന്നെ പകുതി ഭാഗം ഐസും കട്ടയും അതിന്റെ അപ്പുറത്തെ ഭാഗം വെള്ളം ഒഴുകുന്നതും. ഇവിടെ എയർപോർട്ടിന് അടുത്ത് നമ്മളുള്ളത്. ഇവിടെ സിറ്റിന്ന് 5 മൈലുള്ള എയർപോർട്ടിലേക്ക്. ഇത് കണ്ടോ ഫ്രീസ് ആയിട്ട് ബാക്കി ഭാഗം ഒഴുകുന്നുണ്ട്, അങ്ങോട്ട് എല്ലാം ഒഴുകുന്നുണ്ട്. ഇവിടെ ഐസും കട്ട. ഉണ്ണു വാവോ വെക്കാ പൊന്നെ. ഉണ്ണി വാവോ പ്ലീസ്. ഇതാണ് ഗൈസ് MIT. അപ്പോൾ ഇതാ നമ്മുടെ ബ്രഞ്ച് സ്പോട്ട് എത്തിയിട്ടോ, ബാറ്ററി ഫോൾ. നമുക്കിവിടെ 10:15 ഞാൻ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ബൊഫേ ആയിരുന്നു കേട്ടോ. ഒത്തിരി ഐറ്റംസ് ഉണ്ടായി. നമ്മളിതാ ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് കുറച്ച് എടുത്തു പോയി കഴിച്ച്, പിന്നെ അങ്ങനെ 2-3 റൗണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായി. നല്ലൊരു കാം ആൻഡ് കോസി ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഒത്തിരി പേരുണ്ടെങ്കിൽ അത്ര ബഹളവും അങ്ങനെയൊന്നുമില്ല. നല്ല ഫുഡും ആയിരുന്നു. താങ്ക് യു. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ബ്രഞ്ച് ബൊഫേ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. വയറിഞ്ഞില്ലേ? വയറിഞ്ഞു. പക്ഷെ എനിക്ക് വേഗം വിശക്കുന്ന കൂട്ടത്തില്ല. ഞങ്ങൾക്ക് പക്ഷെ അറിയില്ല ഇനിയിപ്പോ എന്താണ്. ബ്രഞ്ചായിരുന്നു, ഇനിയിപ്പോ ലഞ്ച് വേറെ കഴിക്കേണ്ടിയെന്ന് അറിയില്ല. ഇനി പ്ലാനിൽ ലഞ്ചില്ല. അപ്പൊ നമ്മളിപ്പം പോണത് അല്ല ഇസബെല്ല സ്റ്റുവർട്ട് എന്നൊരു മ്യൂസിയം ആണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാം. പേരൊന്നുമില്ലല്ലോ. ഉണ്ണിയേട്ടൻ പാർക്കിങ് പോവാൻ കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ചെക്ക് ഇൻ ചെയ്യാന്ന് ഓർത്തിട്ട് ഞാനും ആമി ഉള്ളിക്ക് പോയി. പുറത്ത് കാണാനൊക്കെ അബ്ദുള്ള, ആരെ കണ്ടാലും അബ്ദുള്ള. ഇതൊക്കെ ഇസബെല്ല സ്റ്റുവർട്ട് ഗാർഡൻ മ്യൂസിയത്തിന്റെ കോട്ടയാട. എന്ത് രസമാണെന്ന് നോക്ക്. ഒരു ഇറ്റാലിക് സ്റ്റൈലിലാണ് ഇത് പണിതിട്ടുള്ളത് മൊത്തം. അപ്പോൾ ഇതൊരു ആർട്ട് മ്യൂസിയം ആണ്. ഇസബെല്ല സ്റ്റുവർട്ട് ഗാർഡനർ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ് ഈ ഒരു ആർട്ട് കളക്ഷൻ മ്യൂസിയത്തിൻ്റെ ഫൗണ്ടർ തുടങ്ങിയത്.
ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഈ മ്യൂസിയത്തിൽ ഏകദേശം 7500-ൽ പരം പെയിൻറ്റിങ്സും പിന്നെ സ്കൾപ്ചേഴ്സും ഒക്കെ ഉണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ കളക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം അറിയാം, ഇവിടെ ഇസബെല്ല എന്ന പേരുള്ള ആൾക്കാർക്ക് അഡ്മിഷൻ ഫ്രീ ആണ്. എല്ലായിടത്തും കോട്ടയാടിക്കുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ. കണ്ട, ഇതൊന്നും ഇവർ തലയെടുത്ത് വെച്ചിട്ടാ. യേശു ആണോ അത്? നോക്കില്ല, പക്ഷെ അത് കുറേ വർഷമായിട്ടേ മരിച്ചുപോയി. അവിടെ പോയി എന്നിട്ട് ടാറ്റ തരാൻ പറഞ്ഞ് പോയതാണ്. നിങ്ങൾ വിചാരിക്കും അത് ആക്ടിങ് ഉണ്ടോ? അറിയാത്ത പോലെയൊക്കെ ഇതൊക്കെ പ്ലാൻഡാ. ഇതിപ്പോൾ ഞാൻ ഉണ്ണിയേട്ടനെ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് വിട്ടേക്ക് കണ്ടോ. അപ്പം ഞാൻ എന്നിട്ട് അപ്പുറത്തുള്ള 2 സുന്ദരിക്കുട്ടികളെ കണ്ടോ, അവരെ ആ ഉണ്ണിയേട്ടൻ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ നിർത്തിക്കോ എന്ന് പറയായിരുന്നു. ഇതാണ് നമ്മുടെ ഇസബെല്ല സ്റ്റുവർട്ട് ഗാർഡനർ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ബോസ്റ്റൺ പബ്ലിക് ലൈബ്രറിയിലോട്ട് പോയിട്ടാ. അടുത്ത് തന്നെയാണോ? ഈ ലൈബ്രറിയും സ്ഥിതി ചെയ്യുന്നത് നഗരമധ്യത്തിൽ തന്നെയാണ്. നിങ്ങൾ ഈ കാണുന്നത് പോലെ നല്ല രസമാണ് ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കാണാൻ. ഉള്ളിലത്തെ പഴയ ഒരു നല്ല വർക്ക്. 1858-ലാണ് ഈ ലൈബ്രറി പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. കാണില്ല, അടിപൊളിയല്ലേ കാണാൻ? ഇവിടെ ഇങ്ങനെ കയറി ഫ്രീ ആണ് അഡ്മിഷൻ. സോ എല്ലാവരും ഇങ്ങനെ കയറി ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ ഇവിടെയുള്ള ബുക്സിന് കയ്യും കണക്കുമില്ല, അത്രക്കും ബുക്കുണ്ട്. അതിങ്ങനെ കുറേ സെക്ഷൻ ആയിട്ടാണ് ആൾക്കാരിങ്ങനെ വന്നിരുന്ന് പഠിക്കും. പിന്നെ ഇൻ്റർനെറ്റ്, ലാപ്ടോപ്സ്, കമ്പ്യൂട്ടർ സെക്ഷൻ വേറെയുണ്ട്. ഇത് ചിൽഡ്രൻസ് ലൈബ്രറിയാണ്. ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ കുഞ്ഞു ബുക്ക് ഷെൽഫുകളാണ്. അവർക്കിങ്ങനെ നടന്ന് ബുക്ക് എടുക്കാം, പോയി വായിക്കാം, അങ്ങനെയൊക്കെ. അവൻ ആദ്യം കുറച്ച് നേരം ഈ പ്ലേ ഏരിയയിൽ കളിച്ചു. പിന്നെ ഇതുണ്ട് ബുക്ക്, ഞാൻ ആമിക്ക് ഒരു ബുക്ക് എടുത്ത് വായിച്ചു കൊടുക്കുമായിരുന്നു. ഇത് കണ്ടില്ലേ അവിടെ ഉണ്ടായിരുന്ന സ്റ്റോറി ടൈം സെഷനാണ്. ഈ പെണ്ണ് ഓടിക്കളിക്കുക തന്നെ, ബാക്കി എല്ലാ പിള്ളേരും അവിടെ ഇരുന്നിട്ടുണ്ട്. ഇവരാണ് സ്റ്റോറി നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കാണാനല്ലേ ബ്രഞ്ച് കഴിച്ചതല്ലേ, അപ്പോൾ നമ്മളൊരു കഫേയിൽ കയറിയിട്ട് എന്തോ ക്രൊസോണും കോഫിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല കഫേ ആയിരുന്നു. ഗ്രീൻ ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതും അധികം ദൂരമൊന്നുമല്ല, നമ്മുടെ ഈ എല്ലാ സ്ഥലങ്ങളും ഇല്ലേ, എല്ലാം അടുത്തടുത്താണ്. ഇങ്ങനെ 1-2 മൈൽസിൻ്റെ വ്യത്യാസത്തിൽ. നമ്മുടെ അടുത്തത് ഒരു ആക്ടിവിറ്റിയാണ്, ക്ലേ റൂം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇവിടെ എന്ന് പറഞ്ഞാൽ പോട്ടറി പെയിൻറ്റിംഗ് ആണ്. ഓൾറെഡി അവർക്ക് അവിടെ ഈ ഇങ്ങനെ ക്ലേ സംഭവങ്ങളുണ്ടാവും, നമ്മൾ ചൂസ് ചെയ്യണം. അത് ഞാൻ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഏതെടുക്കണം എന്നിങ്ങനെ. കുട്ടിയൊക്കെ വേണ്ട, കുറുക്കനും കുറുനരിയെല്ലാം ഉണ്ടാടാ. ഞാൻ ഈ ഹാർട്ട് ഷേപ്പുള്ളതും പിന്നെ ഈ ചിപ്പിയുടെ ഷേപ്പുള്ളതിലും ഏതാ എടുക്കേണ്ടതെന്ന് നോക്കിയപ്പം ചിപ്പിയാണെങ്കിൽ നമുക്ക് കുറേ നമ്മളെ എന്താ കലാവിരുദ്ധം കാണിക്കാനുള്ളൊരു സ്ഥലം ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു. പറയുന്നതൊക്കെ നിങ്ങളെയൊക്കെ നമ്മൾ ഭയങ്കര കലാകാരന്മാരാണെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ പെയിൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് നമ്മുടെ ആ സംഭവം കണ്ടാൽ എന്താ പറയുക, പാലറ്റ്, ആ പെയിൻറ്റ് പാലറ്റിലാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഉണ്ണിയേട്ടന് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു പരിപാടി ഞാൻ പറഞ്ഞപ്പം. പക്ഷെ പിന്നെ ഉണ്ണിയേട്ടനാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തെന്ന് തോന്നി എനിക്ക്. രസമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നമ്മളിങ്ങനെ കുറേ സംസാരിച്ച് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്ത്. ആമി ഉറങ്ങുന്നതായതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും മാത്രമുള്ള ടൈമായിരുന്നു ഇത്. ഫൈനൽ ടച്ചപ്പിലാണ് കേട്ടോ നമ്മൾ. മേളിലത്തെ ഭാഗം ഞാനും അടിയിലത്തെ ഭാഗം ഉണ്ണിയേട്ടനാണ് ചെയ്തത്. ഞാൻ അതിൻ്റെ ഉള്ളിലില്ലേ 5th ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് 3 ഹാർട്ടൊക്കെ വരച്ചു കൊടുത്താണ്ട. എന്തായാലും നമുക്കിത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിത് ശരിക്കും സെറാമിക് പോട്ട് പോലെ നല്ല ഗ്ലോസിനെസ് ഇല്ല, അതൊക്കെ വരുത്തിയിട്ട് തരും കേട്ടോ. നമുക്കാകെ ഇവിടെ $35 ആയത്. ഇഷ്ടംപോലെ സമയമൊക്കെ എടുക്കുക.
ഇനി ഡിന്നർ ടൈമാണ്. നമ്മൾ ബാബ അൽ യമൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ ഓൾറെഡി ഫ്ലോർ സിറ്റിംഗ് ഒക്കെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ കാണാൻ, ഒരു ഫുൾ അറബിക് മോഡില്ലേ. ഈ ആംബിയൻസ് പോലെ തന്നെ ഫുഡും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത സ്റ്റാർട്ടേഴ്സും പിന്നെ മെയിനായിട്ട് ലാമ്പ് മന്തിയൊക്കെ ആയാലും അടിപൊളിയായിരുന്നു. ഉണ്ണിയേട്ടനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാം, ലാസ്റ്റത്തെ 2 ആ പെയിൻറ്റിങ്ങും ഫുഡും. അപ്പോൾ അത്രയേ ഉള്ളൂ. കാലത്ത് ഇറങ്ങി നമ്മളിതാ രാത്രി ആകുമ്പോഴത്തേക്കും വീട്ടിൽ പോവാണ്. നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മൾ രണ്ടുപേരും. Cheers.